അസ്സലാമു അലൈക്കും. പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, പിന്നെ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ. എന്തായാലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ കുറച്ച് നാളായി തുടങ്ങിയിട്ട്. സബ്സ്ക്രൈബൊന്നും അങ്ങനെയില്ല, എന്നാലും നമ്മളെപ്പോലുള്ളവർക്ക് നമ്മൾ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്താലല്ലേ ആവുള്ളൂ. അല്ലാതെ ചെയ്യുന്ന അതൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് അതിനൊന്നും താല്പര്യമില്ല. എനിക്ക് അതിനൊന്നും താല്പര്യമില്ല, അങ്ങനെ ചെയ്യുന്നതിനോട് താല്പര്യമില്ല. അല്ലാതെ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ നമ്മളെ ചാനൽ നോക്കി ചാനലിൽ നമ്മളിപ്പോൾ ഒരു സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ ചാനൽ കയറിയിട്ട് അവരിട്ട വീഡിയോസ് എല്ലാം നോക്കും. എല്ലാം നോക്കിയതിന് ശേഷം ആയിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാം. അങ്ങനെ അതെല്ലാം ഞാൻ നോക്കും. പിന്നെ അപ്പോൾ അങ്ങനെയെല്ലാം നോക്കിയിട്ട് എൻ്റെ ചാനലിൽ ഞാൻ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് വേണം സബ്സ്ക്രൈബ് ചെയ്യാൻ. പിന്നെ എന്തെന്നാ പറയാനുള്ള, ഞാൻ ഇപ്പം മറ്റേ ഈ ഗൂഗിളിലൊക്കെ ന്യൂസ് വരുമല്ലോ നമുക്ക്. അപ്പോൾ അതിലിപ്പോൾ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായി. ഇന്നലെ ഞാനൊക്കെ കാണുന്നുണ്ട് യൂട്യൂബിൽ, പക്ഷേ അതിൽ ഞാനിപ്പോൾ കണ്ടേ നമ്മൾ മണാലി പോയ നഫീസുമ്മ, അതിപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. ഒരു മൊയ്ലാർ അതിനെതിരായിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നതുണ്ട്. ഭർത്താവ് മരിച്ച്, പിന്നെ ഭർത്താവ് എത്ര ഒരു മാസമോ വർഷം എന്തോ പറഞ്ഞു, ഭർത്താവ് മരണപ്പെട്ടു പോയി. എന്നിട്ട് മൂലക്കിരുന്ന് സലാത്തും ദിക്റും ചൊല്ലി ഇരിക്കേണ്ട ആളാണ് അങ്ങ് മണാലി പോയിട്ട് സുഹൃത്തുക്കളെ പേരും അതും ഇതൊക്കെ വിളിച്ച് പറയുക. അങ്ങങ്ങാൻ കിടക്കുന്ന അത്രയും ദൂരം അങ്ങങ്ങാൻ കിടക്കുന്ന മഞ്ഞുള്ള മണാലിയിൽ പോയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ 2-3 ചാനലിൽ ഞാൻ ആ വീഡിയോ കണ്ട്. പറയാൻ എന്താ വെച്ചാൽ, എനിക്ക് മൂലാർ പറയുന്ന കേട്ട് സത്യം പറയണ്ടല്ലോ ചിരിയാണ് വരുന്നത്. ഞാനും ഒരു ഭാര്യയാണ്, ഒരു മുസ്ലിമാണ്. പക്ഷെ എനിക്ക് അയാൾ പറയുന്നത് കേട്ടിട്ട് എവിടെയുള്ള ആളാണോ, എന്ത് മൂല്യരാണോ എനിക്കറിഞ്ഞൂടെ, എന്ത് മൂല്യരാന്ന് ഞാൻ ചിരിയായി വരുന്നത് അത് കേൾക്കുമ്പോൾ. ഭർത്താവ് മരിച്ചാൽ മൂലക്കിരുന്ന് അവിടെ ഭയങ്കര മഞ്ഞും തണുപ്പൊക്കെയാ, അതുകൊണ്ട് നട്ടുച്ചയായാലും തുമ്മൽ പോവില്ല. ഭർത്താവ് മരിച്ചാലും മൂലക്കിരുന്ന് സലാത്തും ദിക്റും ചൊല്ലി മൂലക്കിരിക്കണം എന്നാണ് മൂലാർ പറയുന്നത്. ശരി, സമ്മതിച്ചു. എന്നാൽ ഇതുപോലെ ഭാര്യ മരിച്ചാൽ എന്തിന് പറയും, നമുക്കൊരു ചടങ്ങുണ്ട്. ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ കുറച്ചൊരു വലുതായിട്ട് ചടങ്ങ്. നമ്മൾ ഫസ്റ്റ് വരുന്നത് 40ആണ്. 40 പിന്നെ വരുന്നതാണ് ആണ്ട്. ഈ 40 തികയുന്നതിന് മുമ്പ് തന്നെ വിവാഹം കഴിച്ച നമ്മൾ മതത്തിൽപ്പെട്ട ആൾക്കാർ എൻ്റെ വീടിനടുത്ത് തന്നെ ഉണ്ട്. എൻ്റെ വീടിനടുത്ത് തന്നെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് 28 ദിവസം ആകുമ്പോഴത്തേക്ക് ആ വ്യക്തി വിവാഹം കഴിച്ച്, രണ്ടാമതൊരു വിവാഹം. അപ്പം ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു, ഇതെന്ത് ഇയാളിങ്ങനെ. അപ്പം അതാണ് അവസ്ഥ. ഭാര്യ മരിച്ചാൽ മക്കളെ നോക്കാനെന്നും പറഞ്ഞ് ഭർത്താവിന് മറ്റൊരു വിവാഹം കഴിക്കാം, ആ പേരും പറഞ്ഞിട്ട്. എന്നാലോ രണ്ടാം അമ്മയുടെ അത് കേട്ട് ഇത് കേട്ട് സൂയിസൈഡ് ചെയ്തു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പറഞ്ഞ വാർത്ത വേറെയും വരുന്നത്. ഭർത്താവിന് അങ്ങനെ ചെയ്യാം, അത് ഒരു ഭർത്താവിന് ചെയ്യാം. ഭർത്താവ് മരിച്ചാൽ ഞാനൊരു ഭാര്യയാണ്, ഭാര്യ പുറത്തിറങ്ങാൻ പാടില്ല, മിണ്ടാൻ പാടില്ല. ആരോടെങ്കിലും ഒന്നും മിണ്ടിയാൽ അത് വേറെന്തോ വേറെ പല പേരുകളും. ആ ഉമ്മ 52 വയസ്സുള്ള ആ ഉമ്മ മക്കളെ കൂടെ ടൂറ് പോയിട്ട് ഫോട്ടോ എടുത്ത് അത് ഇൻസ്റ്റയിലോ എന്തിലോ പോസ്റ്റ് ചെയ്ത് വൈറലായി, യൂട്യൂബിൽ വന്ന്, പിന്നെ അത് ട്രോളാൻ കുറേ ആൾക്കാർ, അങ്ങനെയൊക്കെയായി. ഇപ്പോൾ അതാ ന്യൂസിലും കൂടി വന്ന്. എന്താ ഈ മൂല്യന്മാർ എന്ത് പറയുന്നത് എനിക്കറിയില്ലപ്പം, എന്തായി പറയുന്നത്. എനിക്ക് കേട്ടിട്ട് ചിരിയാ വരുന്നത്. ഭർത്താവ് മരിച്ചിട്ട് മൂലക്കിരുന്ന് സലാത്തും ദിക്റും ചൊല്ലിയിരിക്കാം. ഭർത്താവ് മരിച്ചാലും മരിച്ചിട്ടില്ലെങ്കിലും സലാത്തും ദിക്റും ചൊല്ലിയാൽ നമ്മളെ കവറിലേക്ക്, നമ്മൾ ചെല്ലുക നമ്മളെ കവറിലേക്ക്. അപ്പം ഞാൻ ചെല്ലുക എൻ്റെ കവറിലേക്ക്. അത് ഭർത്താവ് മരിച്ചാലും മരിച്ചിട്ടില്ലെങ്കിലും. ഇനി ഞാൻ മരിച്ച ഭർത്താവ് ചെല്ലും, അത് ഭർത്താവിൻ്റെ കവറിലേക്ക്.
എന്തായി ചെയ്യണ്ടേ, എന്ത് കഷ്ടം. മൂല്യന്മാർക്ക് കുറച്ചെങ്ങനെ വിവരം, നമ്മളെ മക്കൾ അതോ പഠിക്കുന്നു പതോ പഠിക്കുന്നു, എല്ലാവരും അടച്ച് പറയാൻ പറ്റുമല്ലോ ഒരിക്കലും. നല്ല ആൾക്കാരും ഉണ്ട്. പണ്ട് ഞാൻ മദ്രസ പഠിച്ച കാലം എനിക്ക് ഓർമ്മ വന്നുപോയി. ഞാൻ മദ്രസ ഇന്ന് ഞാൻ ഉസ്താദ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ മദ്രസ പഠിച്ചിരുന്ന ഒരു കാലത്ത്, പിന്നെ കുറേ വർഷമായി ആ മദ്രസ പഠിച്ചുകൊണ്ടിരുന്ന ഈ കാലത്ത് ഇങ്ങനെ ഈ ഒരു പിന്നെ ഈ ഉമ്മാനെ കൊണ്ട് വിളിച്ച് പറയുന്നത് ഈ അതേപോലത്തെ ഒരു മൂല്യരാന്നുണ്ടായിരുന്നു. എനിക്കൊരു സംശയം, അയാൾ തന്നെയാണോ പേര് ഞാൻ പറയുന്നില്ല, പേരറിയാം പക്ഷെ പേര് ഞാൻ പറയുന്നില്ല. അയാളിങ്ങനെയായിരുന്നു, ഒരു സൈസ് സ്വഭാവമോ. ഒരു വർഷം പോലും നമ്മൾ മദ്രസയിലുണ്ടായില്ല കേട്ടോ. അപ്പോഴേക്കും അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. അതങ്ങനെ അങ്ങനത്തെ കയ്യിലിപ്പം അങ്ങനെ ആകുമ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞു വിടും. പിന്നെന്താ പറയാൻ വാക്കുകളില്ല. ആ ഉമ്മ ഒന്ന് സന്തോഷിച്ചതിന്. കണ്ട മൂല്യന്മാർക്ക് ചെയ്യാൻ കണ്ടൊരു പണിയായതെല്ലാം. എന്തെല്ലാം എന്താണ്, എനിക്ക് ഹിന്ദു മുസ്ലിമും പിന്നെ എല്ലാ മതക്കാരും ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു മുസ്ലിം മതത്തിൽ കുറച്ച് ഓവറാണോ, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്കാരോടും പറയലുണ്ട് അത്. കുറച്ച് മുസ്ലിം തന്നെ സുന്നി മുജാഹിദും ഉണ്ട് കേട്ടോ. ഞാൻ സുന്നിയാണ്. അപ്പോൾ അങ്ങനത്തെ ഞാൻ വിചാരിക്കുക കുറച്ച് ഓവറായിരിക്കും ഇങ്ങനെ മൂല്യന്മാർ പറയുമ്പോൾ. എല്ലാം വേണം ആവശ്യത്തിന്. എന്തെന്നാ ഇത് മതം എന്നും പറഞ്ഞ് ചാവാനൊന്നും ഒരിക്കലും പാടില്ല. ഞാനെപ്പോൾ പറയാം, എൻ്റെ മക്കളെ ഞാൻ ഒരിക്കലും അതിനെ നിർബന്ധിക്കില്ല. മതം എന്നും പറഞ്ഞ് ചത്ത് കളയാൻ ഞാൻ നിർബന്ധിക്കില്ല. അതിനൊന്നും മക്കളൊരിക്കലും നിർബന്ധിക്കില്ല. എന്തോ എല്ലാം ഒരു സൈസ് ഹാലിൽ ജീവിക്കുന്നു.